ആവണിയെ ആദ്യം തന്നെ പറയട്ടെ, ഈ മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇവർ ആരാണെന്നോ അവരുടെ കൂടുതൽ വിവരങ്ങളോ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യക്കാരുൾപ്പെടെയുള്ളവർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. നമുക്ക് അറിയുന്നത് പോലെ ഇന്നലെ ഏകദേശം ഉച്ച സമയത്തോടു കൂടിയാണ് ഈ കുവൈറ്റ് എയർപോർട്ടിന് നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇതുവരെ നമ്മൾ ഗൾഫ് മേഖലകളിലെല്ലാം ഈ ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ജനവാസ മേഖല അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണം ഇത് ആദ്യമായിട്ടായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഒരു ആക്രമണത്തെ നോക്കിക്കാണുന്നത് ലോകരാജ്യം മുഴുവൻ. എന്തായാലും നിലവിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. അലി അൽ സലീം എയർബേസ് വിമാനങ്ങളെയും ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമായി അറിയാനുള്ളത്. ഒപ്പം തന്നെ ഇതിൽ ഇന്ത്യക്കാർ മരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടും ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ US പ്രസിഡന്റിന്റെ ഈ അഭിപ്രായങ്ങളോട് ഇറാൻ ഇപ്പോൾ ഈ അഭിപ്രായങ്ങളെ തള്ളി ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുറച്ച് ദിവസമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു സമാധാന ചർച്ചകളിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി തന്നെയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കുവൈറ്റിനെ ആക്രമിച്ചതിൽ ഇറാന് പങ്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പതിച്ചിരിക്കുന്ന US ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇറാന്റെ അവകാശവാദം. ഇതാണ് ഇപ്പോൾ ട്രംപ് തള്ളിയിരിക്കുന്നത്. എന്തായാലും ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ടെർമിനലിന്റെ ഭാഗത്ത് തന്നെയാണ് ഇന്നലെ വലിയൊരു ആക്രമണം ഉണ്ടാവുന്നതും വലിയ നാശനഷ്ടം സംഭവിക്കുന്നതും ഒപ്പം തന്നെ ഈ ആളുകൾക്ക് പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അമേരിക്കൻ നിർമ്മിത പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലെ ഒരു സാങ്കേതിക തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നും വിവരമായി പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ യുദ്ധ സാഹചര്യങ്ങളൊക്കെ കടുത്തു നിൽക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ വ്യോമപാത കഴിഞ്ഞ 2 ദിവസം മുൻപാണ് കുവൈറ്റിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ വ്യോമപാതയെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടയിൽ ട്രംപിന്റെ ഈ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ട്രംപിന് ഒരു തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഒരു പ്രമേയം പാസാക്കി. അതിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം വേണം എന്നുള്ളതാണ് ഈ പ്രമേയത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ കോൺഗ്രസിന്റെ ഒരു അനുമതി ഇല്ലാതെ യുദ്ധം തുടരരുത് എന്നുള്ള കാര്യം കൂടി ട്രംപിന് മുൻകൂറായി തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭരണകൂടം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ട്രംപിന്റെ തിരിച്ചടികളും ഒക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായതായിരുന്നു. അതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ പറയേണ്ടി വരും. കാരണം ഇത് ട്രംപ് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു യുദ്ധമായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ തന്നെ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. അതിനിടയിൽ ഈ ഹോർമസ് അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചു എന്നുള്ള ഒരു അവകാശവാദം ഇറാൻ നൽകുന്നുണ്ട്. നമുക്കറിയാം ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് ഇറാന്റെ കപ്പലുകളെ അമേരിക്ക ആക്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. അതെന്തായാലും അത്തരത്തിലുള്ള അവകാശം തന്നെയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഹോർമസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ച നടന്നതാണ്. ഈ യുദ്ധ സമയങ്ങളിലെല്ലാം ഹോർമസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ രീതിയിൽ തന്നെ ട്രംപിന്റെയും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു ചർച്ചകളൊക്കെ നടന്നത്. നിലവിൽ ഇപ്പോൾ ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ ഒരു പ്രാദേശിക അതിർത്തിയോട് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.